നെറ്റിയിൽ കുറി തൊടുന്നത് എന്തിന്? പൊട്ടു തൊടുന്നത് ആത്മീയ പുരോഗതിയുടെ പ്രതീകമാണെന്നാണ് സങ്കല്പം. ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണായി കാണുന്ന ഭാഗത്താണ് സാധാരണ പൊട്ടു തൊടാറുള്ളത്. കുങ്കുമം, ഭസ്മം, ചന്ദനം എന്നിവയാണ് നമ്മൾ കുറിയിടാനായി ഉപയോഗിച്ചു വരുന്നത്. ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് തിലകം ചാർത്തലിനെ കണ്ടുവരുന്നതെങ്കിലും ഇതിന് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ വ്യക്തിയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട്. ഭ്രൂമധ്യം എന്ന മനുഷ്യ ശരീരത്തിലെ 5ാമത്തെ ഊർജ കേന്ദ്രത്തിലാണ് പൊട്ടിടുന്നത്. ഈ കേന്ദ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചാണ് ഹിപ്നോട്ടിക് നിദ്രയിൽ വിധേയമാക്കുന്നത് തന്നെ. ഭ്രൂമധ്യത്തിൽ കുങ്കുമം അണിയുമ്പോൾ സൂര്യരശ്മിയിൽ നിന്നുള്ള ഔഷധാംശത്തെ കുങ്കുമം ആഗിരണം ചെയ്യുകയും ആജ്ഞാചക്രത്തിലൂടെ ഈ അംശത്തെ മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ചന്ദനവും പുലർച്ചെ കുങ്കുമവും സായാഹ്നത്തിൽ ഭസ്മവും ധരിക്കുന്നത് നാഡീശോധനത്തിനും രോഗനിവാരണത്തിനും ഉത്തമമാണെന്നാണ് സൂര്യരശ്മികളെയും മനുഷ്യ ശരീരത്തെയും ബന്ധപ്പെടുത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ചന്ദനവും ഭസ്മവും ധരിക്കാൻ പ്രത്യേക വിധികളും ഭാരതീയ സംസ്കൃതി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നെറ്റിയിൽ ഇടുമ്പോൾ നാം ചൊല്ലേണ്ടത് ഓം കേശവായ നമഃ. കണ്ടത്തിലാണെങ്കിൽ ഓം പുരുഷോത്തമായ നമഃ. ഹൃദയത്തിൽ ഓം വൈകുണ്ഠായ നമഃ. നാഭിയിൽ ഓം നാരായണായ നമഃ. പിന്നിൽ ഓം പത്മനാഭായ നമഃ. ഇടതുവശം ഓം വിഷ്ണുവേ നമഃ. വലതുവശം ഓം വാമനായ നമഃ. ഇടതു ചെവിയിലാണെങ്കിൽ ഓം യമുനായ നമഃ. വലതു ചെവിയിൽ ഓം ഹരയേ നമഃ. മസ്തകത്തിൽ ഓം ഹൃഷികേശായ നമഃ. പിൻകഴുത്തിൽ ഓം ദാമോദരായ നമഃ എന്ന സ്മരണ ചെയ്താണ് ചന്ദനം ധരിക്കേണ്ടത്. ഭസ്മമാകട്ടെ രാവിലെ ജലം കുഴച്ചും ഉച്ചയ്ക്ക് ചന്ദനം ചേർത്തുമാണ് ധരിക്കേണ്ടത്. സായാഹ്നത്തിൽ ഉണങ്ങിയ ഭസ്മമേ ധരിക്കാൻ പാടൂ. സ്ത്രീകൾക്കാകട്ടെ ഉണങ്ങിയ ഭസ്മം കൊണ്ട് മാത്രമേ കുറിയിടാൻ വിധി അനുവദിക്കുന്നുള്ളൂ.